നമ്മുടെ US കാനഡ ട്രിപ്പിൻ്റെ ഡേ 5 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ആയിപ്പോയി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോ എനിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന നയാഗ്ര ഫോൾസ് ഇങ്ങനെ തണുത്തുറഞ്ഞതായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നയാഗ്ര ഫോൾസിൻ്റെ ഈ ഐസി സൈഡ് അല്ലാതെ അതിൻ്റെ നല്ല നീല കളറുള്ള വെള്ളമായിട്ട് നിൽക്കുന്ന സൈഡും കൂടെ കാണിച്ചു തന്നാലോ എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞങ്ങൾ എടുത്തു വെച്ച വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ഈ കാണുന്ന നയാഗ്ര ഫോൾസിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണണം, എന്നാലേ അത് കാണാൻ സാധിക്കും. അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് നയാഗ്രയെ പറ്റി മാത്രമാണ്. എന്നാൽ ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലമാണ് നയാഗ്ര ഓൺ ദ ലേക്ക് എന്ന് പറയുന്നത്. ഒണ്ടാരിയോയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാം. നിങ്ങൾ ഈ ദൂരെ കാണുന്നതാണ് കേട്ടോ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ വെളിയിലെല്ലാം നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 സൈഡും കാണുന്നില്ലേ? ആക്ച്വലി നയാഗ്രയുടെ US സൈഡും കാനഡ സൈഡും നമ്മൾ കാണണം. കാനഡക്കാരോട് ചോദിച്ചാൽ കാനഡയാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയും, US കാരോട് ചോദിച്ചാൽ US ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഇതിൽ രണ്ടിൽ ഏതാണ് ഭംഗി കൂടുതലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇതെല്ലാം പ്രകൃതിയുടെ ഓരോ കലാവിരുതായതുകൊണ്ട് തന്നെ അതിൽ രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ സംഭവമാണ് നമ്മുടെ നയാഗ്ര ഫോൾസ്. നയാഗ്ര ഫോൾസിനെ മെയിനായിട്ട് 3 ഫോൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ 3 ഫോൾസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറകിൽ കാണുന്ന സാധനമാണ് ഹോർസ്ഷൂ ഫോൾസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഫോൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനിയുള്ള വീഡിയോസിനകത്ത് ഞാൻ പറയാം. കാരണം ഹോർസ്ഷൂ ഫോൾസാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം കാണാനായിട്ട് പോയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെയുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള വെള്ളം ഞങ്ങളുടെ മേത്തെല്ലാം വീഴുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മഴവില്ല് കാണാൻ പറ്റും. ഞാനങ്ങനെ മഴവില്ലിൻ്റെ പകുതി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഫുള്ളായിട്ടൊരു മഴവില്ലാണ് എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഒരു മഴവില്ല് ഞാൻ കണ്ടിട്ടില്ല. ഈ ഫോട്ടോയുടെ പ്രത്യേകത US-ലും കാനഡയിലും കയറിയ ഒരു മഴവില്ലാണിത്. അപ്പോൾ ഈ മഴവില്ല് കണ്ടുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ താഴെ ഒരു ഷിപ്പുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പം മേലെ നിന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് താഴെ പോകണം, നയാഗ്ര ഫോൾസ് കാണണം എന്നൊക്കെ. ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ജേർണി ബിഹൈൻഡ് ദ ഫോൾസ് എന്ന് പറഞ്ഞ ഒരു ടിക്കറ്റിലേക്കാണ് എടുത്തത്. കാരണം ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ നല്ലത് ഉള്ളിലേക്ക് നടന്നു പോയി ഫോട്ടോ എടുക്കുന്നതാണെന്ന് തോന്നി. അപ്പം ഞങ്ങളുടെ പുറകിൽ കണ്ടോ ഭയങ്കര ശക്തിയിൽ ഹോർസ്ഷൂ ക്രാബ് വാട്ടർഫോൾസാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ വാട്ടർഫോൾസിനകത്ത് ഞങ്ങൾ ജേർണി ബിഹൈൻഡ് ദ ഫോൾസ് ഇവിടെ ഇറങ്ങി നിന്നാലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഈ റെയിൻകോട്ട് അവിടുന്ന് തന്നതാണ്. ദേഹത്ത് ഫുള്ളും വെള്ളം വീണിട്ടുണ്ട്. റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം നനഞ്ഞ് തലയിലെല്ലാം വെള്ളം വീണതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആ കാണുന്നത്. നമുക്ക് പറഞ്ഞറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ, ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന് നമുക്കൊക്കെ ആഗ്രഹം തോന്നുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് അത്ര പ്രൈസി ഒന്നുമല്ല, ബോട്ടിൽ പോകുന്ന അത്രയും പ്രൈസി ഒന്നുമല്ല. അല്ലാത്ത ഒരു ഫെയറിൽ ഞങ്ങൾ ഇതിനകത്ത് ടിക്കറ്റ്സ് എടുത്തു. ഇത് കാണാനായിട്ട് പോയി. അതിൻ്റെ ചോട്ടിൽ പോയി നിന്നപ്പോൾ ദേഹത്തോട്ട് വെള്ളം വീഴുന്നു. പിന്നെ ഭയങ്കര ശബ്ദമാണ്. ഈ വെള്ളം വീഴുന്നതിൻ്റെ എത്ര വെള്ളമാണ് വീഴുന്നതെന്നറിയോ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു ടണൽസ് ഉണ്ട്. ആ ടണൽസിനകത്തും ഞങ്ങൾ പോയി നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണാനൊന്നും പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു പ്രഷർ എന്ന് പറയുന്ന സാധനം. ഇനി ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലുള്ള ബ്രിഡ്ജൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്കിതുപോലെ ഓരോരോ ഡയമെൻഷൻ അവർ കാണിക്കും കേട്ടോ, നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് എന്താണെന്നൊക്കെ. നേരത്തെ മേലെ നിന്ന് കണ്ട ഷിപ്പാണ് ഇപ്പം താഴെ കാണുന്നത്. ഈ കുറേ സീറ്റുകളുണ്ട്, അതിനകത്തൂടെ നമുക്ക് പോവാം. ഈ ഷിപ്പ് നമ്മളെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോവേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് അടുത്ത് വരെയും കൊണ്ടുപോകും. ഒരുപാട് ഉള്ളിലേക്കല്ല, കുറച്ച് കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരുടെ കൈയും കാലൊക്കെ പിടിച്ചെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ 2 പേരുടെയും മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഈ കണ്ട ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. വെള്ളച്ചാട്ടങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത്രയും ശക്തിയിൽ ഇത്രയും വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കണ്ട കാര്യം നേരത്തെ നിങ്ങൾ കണ്ട തണുത്തുറഞ്ഞ വെള്ളച്ചാട്ടം പോലല്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ കണ്ട ഐസുള്ള വെള്ളച്ചാട്ടം ഒറിജിനലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
അതിനകത്തേക്ക് വെള്ളം വീഴുന്നതാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ ബ്ലൂയിഷ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ഈവനിങ് ടൈമിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കളേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ കുറച്ച് പാടാണ്. മുടിയൊക്കെ പറന്ന് ഡ്രസ്സൊക്കെ പറന്ന് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പുറകെ കാണുന്ന സാധനമാണ് എക്സാക്ട്ലി ഹോഴ്സ് ഷൂ ഫോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ഐസും ഇപ്പോൾ ഉള്ള ഈ വാട്ടർഫോളും കൂടെ ഒന്ന് നോക്കിക്കേ, എന്ത് വ്യത്യാസമാണെന്ന് നോക്കിക്കേ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, ഓരോരോ സീസണിൽ ഇത്രയും വലിയ ഈ വെള്ളച്ചാട്ടമാണ് ഐസായി പോയതല്ലോ എന്ന് ഞാൻ കണ്ടപ്പോൾ ആലോചിച്ചു. ഇനി ഈ കാഴ്ചകൾ തന്നെ രാത്രി ആകുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ അതിന് മുന്നേ അവിടെ നിന്നങ്ങ് ആസ്വദിക്കുമായിരുന്നു ഈ വെള്ളച്ചാട്ടം. നമുക്കങ്ങ് കണ്ടപ്പോഴത്തേക്കിനും എന്തോരമാണെന്ന് തോന്നി. ദാ വന്നല്ലോ, നമ്മുടെ രാത്രിയിലത്തെ കാഴ്ചകളാണിത്. രാത്രിയിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കളറ് പതിയെ പതിയെ മാറി തുടങ്ങിയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും പല കളറുകളായിട്ട് മാറി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റെയിൻബോ കളേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും കാണാം.